ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഫെബ്രുവരി 10, 11 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ആ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 3 വ്യക്തികൾ ആരൊക്കെയാണ്? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നീ 3 വ്യക്തികൾക്കാണ് 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. 2024 ഇതുവരെ 5 പേർക്ക് ഭാരതരത്ന പുരസ്കാരം നൽകി. ആദ്യമായാണ് ഇത്രയും ആളുകൾക്ക് ഭാരതരത്ന പുരസ്കാരം ഒരു വർഷം നൽകുന്നത്. മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ, BJP നേതാവ് LK അദ്വാനി എന്നിവരാണ് ഈ വർഷം ഭാരതരത്ന പുരസ്കാരം ലഭിച്ച മറ്റ് 2 വ്യക്തികൾ. LK അദ്വാനിക്ക് ലഭിച്ചത് 50ാമത്തെ ഭാരതരത്ന പുരസ്കാരമാണ്. ൽ പാകിസ്ഥാനിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് PTI. 2024 പാകിസ്ഥാനിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ രാഷ്ട്രീയ പാർട്ടിയാണ് പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് PTI. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് PTI. കേരളത്തിലെ ഏത് ക്രിസ്തീയ സഭയാണ് 7 ആഴ്ചത്തെ നോമ്പ് കാർബൺ നോമ്പായി ആചരിക്കുവാൻ തീരുമാനിച്ചത്? മാർത്തോമാ സഭ. കേരളത്തിലെ ക്രിസ്തീയ സഭയായ മാർത്തോമാ സഭയാണ് 7 ആഴ്ചത്തെ നോമ്പ് കാർബൺ നോമ്പായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. കാർബൺ ബഹിർഗമനത്തെക്കുറിച്ചും അതിൻ്റെ ദോഷത്തെക്കുറിച്ചും വിശ്വാസികളെ ബോധവാന്മാരാക്കുന്നതിനാണ് ഈ തീരുമാനം. ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവത്തിൻ്റെ അതിവേഗ പ്രവാഹത്തിൻ്റെ സൂചനകൾ കണ്ടെത്തിയ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ അതുൽ മോഹൻ. മലയാളി ശാസ്ത്രജ്ഞനായ ഡോക്ടർ അതുൽ മോഹനാണ് ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവത്തിൻ്റെ അതിവേഗ പ്രവാഹത്തിൻ്റെ സൂചനകൾ കണ്ടെത്തിയ മലയാളി ശാസ്ത്രജ്ഞൻ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിലെ ശാസ്ത്രജ്ഞനാണ് അതുൽ മോഹൻ. തമിഴ്നാട് BJP അധ്യക്ഷൻ K അണ്ണാമലൈ നടത്തുന്ന പദയാത്രയുടെ പേരെന്താണ്? എൻ മണ്ണ് എൻ മക്കൾ യാത്ര. തമിഴ്നാട് BJP അധ്യക്ഷൻ K അണ്ണാമലൈ നടത്തുന്ന പദയാത്രയുടെ പേരാണ് എൻ മണ്ണ് എൻ മക്കൾ യാത്ര. 2022-23 തിരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? BJP. BJP ആണ് 2022-23 തിരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ച രാഷ്ട്രീയ പാർട്ടി. തിരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ ലഭിച്ച 2800 കോടി രൂപയിൽ 1294 കോടി രൂപ ലഭിച്ചത് BJPക്കാണ്. തിരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ ആകെ ലഭിച്ച 2800 കോടി രൂപയിൽ 1294 കോടി രൂപയും ലഭിച്ചത് BJPക്കാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഒലെഗ് കൊനോനെൻകോ. റഷ്യയുടെ ഒലെഗ് കൊനോനെൻകോയാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ ബഹിരാകാശ സഞ്ചാരി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 5 യാത്രകളിലായി ആകെ 878 ദിവസവും 12 മണിക്കൂറിലധികവുമാണ് ഒലെഗ് ബഹിരാകാശത്ത് ചിലവഴിച്ചത്. റഷ്യയുടെ തന്നെ ഗന്നഡി പഡാൽക്കയുടെ 878 ദിവസം 11 മണിക്കൂർ എന്ന റെക്കോർഡാണ് ഇതോടുകൂടി തകർന്നത്.
ഫുട്ബോൾ കളിക്കളത്തിൽ ഫിഫ പുതുതായി പരീക്ഷിക്കുന്നത് ഏത് നിറത്തിലുള്ള കാർഡാണ്? നീല കാർഡ്. ഫുട്ബോൾ കളിക്കളത്തിൽ ഫിഫ പുതുതായി പരീക്ഷിക്കുന്നത് നീല നിറത്തിലുള്ള കാർഡാണ്. നിലവിൽ ഫുട്ബോളിൽ മഞ്ഞ, ചുവപ്പ് കാർഡുകളാണ് ഉള്ളത്. ഫൗൾ കളിച്ച കളിക്കാരനെ ഒരു നിശ്ചിത സമയത്തേക്ക് പുറത്ത് ഇരുത്തുന്നതിനാണ് നീല കാർഡ് ഉപയോഗിക്കുവാൻ തീരുമാനിച്ചത്. കേരളത്തിൽ ആദ്യമായി ഗർഭാശയമുഖ ക്യാൻസറിനുള്ള വാക്സിനേഷൻ ആരംഭിക്കുന്നത് ഏതൊക്കെ ജില്ലയിലാണ്? ആലപ്പുഴ, വയനാട്. കേരളത്തിൽ ആലപ്പുഴ, വയനാട് എന്നീ ജില്ലകളിലാണ് കേരളത്തിൽ ആദ്യമായി ഗർഭാശയമുഖ ക്യാൻസറിനുള്ള വാക്സിനേഷൻ ആരംഭിക്കുന്നത്. ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ പെൺകുട്ടികൾക്കാണ് ഹ്യൂമൺ പാപ്പിലോമ വൈറസ് HPV വാക്സിനേഷൻ നൽകുന്നത്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാക്സിനാണ് കേരളത്തിൽ നൽകുന്നത്. ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ആദ്യമായി ഭഗവദ്ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യൻ വംശജൻ ആരാണ്? വരുൺ ഘോഷ്. ഇന്ത്യൻ വംശജനായ വരുൺ ഘോഷ് ആണ് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ആദ്യമായി ഭഗവദ്ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യൻ വംശജൻ. ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ആദ്യമായി ഭഗവദ്ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യൻ വംശജനാണ് വരുൺ ഘോഷ്. ഓസ്ട്രേലിയൻ പാർലമെന്റിൽ സെനറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വരുൺ ഘോഷ്. അമർ ഉജാല ദിനപത്രത്തിന്റെ ആകാശ് ദീപ് പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് അമർ ഉജാല ദിനപത്രത്തിന്റെ ആകാശ് ദീപ് പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ. എല്ലാ വർഷവും ഹിന്ദിയിലും ഏതെങ്കിലും ഒരു ഇതര ഭാഷയ്ക്കുമാണ് പുരസ്കാരം നൽകുക. ഈ വർഷം മലയാള ഭാഷയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. അത് MT വാസുദേവൻ നായർക്കാണ്. ഹിന്ദിയിൽ പുരസ്കാരം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. മഹാകവി G. ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള സ്മാരകം 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. മഹാകവി G. ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള സ്മാരകം 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. കൊച്ചിയിലാണ് ഈ സ്മാരകം. എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ് ഈ സ്മാരകം നിലവിൽ വരുന്നത്. 2023-24 വർഷത്തെ EPF എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പലിശ നിരക്ക് എത്രയായാണ് പുതുക്കി നിശ്ചയിച്ചത്? 8.25%. 2023-24 വർഷത്തെ EPF എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പലിശ നിരക്ക് എത്രയായാണ് പുതുക്കി നിശ്ചയിച്ചത്? 8.25%. 2022-23 8.15% ആയിരുന്നത് 0.10% വർദ്ധിപ്പിച്ചാണ് 8.25% ആക്കിയത്. 2024 ഫെബ്രുവരി 4 ശ്രീലങ്കയുടെ 76ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി ഏതാണ്? INS കരഞ്ച്. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനിയായ INS കരഞ്ച് ആണ് 2024 ഫെബ്രുവരി 4 ശ്രീലങ്കയുടെ 76ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത അന്തർവാഹിനി. 1948 ഫെബ്രുവരി 4 ശ്രീലങ്ക സ്വാതന്ത്ര്യം നേടിയത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാകുന്ന മലയാളി ആരാണ്? AS രാജീവ്. മലയാളിയായ AS രാജീവ് ആണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാകുന്ന മലയാളി. പുതിയ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ആരാണ്? അപൂർവ ചന്ദ്ര. അപൂർവ ചന്ദ്രയാണ് പുതിയ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി. 2024 ഏഷ്യ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? ഖത്തർ.
ഖത്തറാണ് 2024 ഏഷ്യ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം. ജോർദാനെയാണ് ഖത്തർ ഫൈനലിൽ തോൽപ്പിച്ചത്. ഖത്തർ തുടർച്ചയായ രണ്ടാമത്തെ തവണയാണ് ഏഷ്യ കപ്പ് നേടുന്നത്. ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചിത്രകാരൻ ആരാണ്? എ രാമചന്ദ്രൻ. മലയാള ചിത്രകാരനായ എ രാമചന്ദ്രനാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ. ന്യൂക്ലിയർ, രാഗിണി, യയാതി എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രങ്ങളാണ്. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ സ്ഥാനവും എ രാമചന്ദ്രൻ വഹിച്ചിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ്? എൻ കെ ദേശം. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരനാണ് എൻ കെ ദേശം. 2024 ശതാബ്ദി 100 വർഷം ആഘോഷിച്ച മലയാള പത്രം ഏതാണ്? അൽ അമീൻ. അൽ അമീൻ എന്ന മലയാള പത്രമാണ് 2024 ശതാബ്ദി 100 വർഷം ആഘോഷിച്ച മലയാള പത്രം. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായ വ്യക്തി ആരാണ്? റിതു ബഹ്റി. റിതു ബഹ്റിയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായ വ്യക്തി. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.